ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖല്ലേ മക്കളെ? അൽഹംദുലില്ലാ. ഇവിടെ ഉണ്ട് കേട്ടോ. വീഡിയോസ് ഒന്നും വരുന്നില്ല, കുറെ ദിവസമായില്ലേ. ഉമ്മാക്ക് വയ്യായിട്ടാട്ടോ. എനിക്ക് വീഡിയോസ് എടുക്കാനും ഉമ്മാക്ക് വയ്യായി. നമ്മളെ ഉമ്മാരല്ലേ നമ്മള് നോക്കണ്ടേ. കുറെ നമ്മള് വീഡിയോസും കാര്യങ്ങളൊക്കെ അയക്കാണ്ട് എന്താ ഓള് പെട്ടോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഓള് പെട്ടായിരിക്കാണ്ട് പിന്നെ നമ്മൾ കുറെ വീഡിയോസും കാര്യങ്ങളും നമ്മളെ കാര്യം മാത്രം നോക്കിയാൽ പോലല്ലോ. നമ്മളെത്രയും കാലം നോക്കി വളർത്തിയോലെ നമ്മള് നോക്കണ്ടേ അല്ലേ? അത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടല്ലേ നമ്മളെയൊക്കെ വളർത്തിയത് നമ്മളെ പാരൻസ്, നമ്മളെ മാതാപിതാക്കൾ. അപ്പൊ ആ ബുദ്ധിമുട്ടില് നമ്മക്ക് എത്ര ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാം തന്നെ അല്ലെ. എത്ര ദാരിദ്ര്യത്തിൽ നിന്നപ്പോഴും ബുദ്ധിമുട്ടിൽ നിന്നപ്പോഴും ഉമ്മാനെ കൂട്ടിപ്പിടിച്ചെന്നെ നിന്ന് അതന്നെ അൽഹംദുലില്ലാ എന്റെ വിജയവും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും അത് തന്നെയാണ് കേട്ടോ. എത്ര ബുദ്ധിമുട്ടിയാലും നോക്കിക്കോളി, നല്ലോണം നോക്കിക്കോളി. അതിന്റെ ഫലം നിങ്ങൾക്ക് എന്തായാലും പടച്ചുറപ്പ് തിരിച്ചു തരും. എന്റെ ഒരു അനുഭവമാണ് കേട്ടോ, നിങ്ങൾക്ക് അറിയാം എന്റെ അനുഭവം. ഒരു കുട്ടികളോ ചിമ്പുളി ഉണ്ടാക്കാണ്. ഇത് വന്ന് നന്നാക്കിക്കാ, കുറച്ചു നേരം നന്നാക്കിട്ട് വേണ്ട. ഇത് കുറച്ച് നന്നാക്കിയിട്ടുണ്ട് പോ, കുറച്ച് നന്നായി. ഇതുണ്ട് പൊന്നാൻ മക്കളെ എത്താ അത് എന്നായിരിക്കൂലേ. അപ്പൊ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളൂ കേട്ടോ. കൊറേ ഞാൻ ഇത്രയും ഇടങ്ങാറാണെങ്കിലും ഞാൻ എന്താ കരുതണമെന്നോ, ലേം വിറ്റിക്കാണ്ടെങ്കിലും നമുക്ക് പൈസ കുറച്ചുണ്ടല്ലോ. അപ്പൊ ഇനിയിപ്പോ വീഡിയോസിന് മാത്രം കാത്തുക്കണ്ട, നമ്മളെ അമ്മമാരല്ലേ ഓലി നോക്കുക. അപ്പൊ നമ്മള് എവിടെ കുടുങ്ങൂല. ലേസം നന്നായിക്കോട്ടെ. ഞാൻ ഇനി മുണ്ടൂല, എന്നോട് ഒരു കാര്യത്തിനും മുണ്ടൂല. വേണ്ട അങ്ങനെ തന്നെ മക്കളെ. ഓലും കിട്ടൂല ഒരു കാര്യത്തിലും. കാരണം ഓരോ കുട്ടികളല്ലേ. പണ്ടൊക്കെ ഇങ്ങനെ എപ്പോഴും നിന്നാ അതിലൊന്നും കിട്ടൂല. ഓർക്ക് ഓലേതായ കാര്യങ്ങളൊക്കെ ആയില്ലേ. പിന്നെ എന്തെങ്കിലും പണിക്കൊക്കെ ഓലും പോകും. അപ്പൊ പിന്നെ ഓലും കിട്ടൂല. മക്കളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഷൈമോളും മക്കളും ഇതാക്കണ ചുമ്മയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളോട് ആ ഒരു കാര്യമേ പറയാനുള്ളൂ. നമ്മൾ എത്ര ബുദ്ധിമുട്ടാണല്ലോ നമ്മളെ മാതാപിതാക്കന്മാരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് അതിന്റെ ഒരു ഫലം നമുക്ക് എന്തായാലും കിട്ടാക്കൂല കേട്ടോ. അതിന്റെ ഒരു ഫലം എന്തായാലും കിട്ടാക്കൂല. അതിന്റെ ഇടയിൽ കരണ്ട് പോയതാണ് കേട്ടോ. പിന്നെന്താണോ, ഞാൻ അത്രേ കരുതലുള്ളൂ കേട്ടോ. ഒരു വഴി അടയുമ്പോ മറ്റേ വഴി തുറയും, അത്ര കരുതിയാ മതി. നമ്മളിപ്പോ അത്രയും ബുദ്ധിമുട്ടിൽ നിന്നപ്പോഴൂല്ലേ നമ്മളെ അമ്മമാരൊക്കെ നമ്മള് കൂട്ടിപ്പിടിക്കണം. തലവേദനയാണ്, മക്കളുണ്ട്, നോക്കാൻ ഗതികേടാണ്, ഇതൊക്കെ പറയണവരോട് ചൊത്തും പറയാനില്ല. മക്കളെ സ്കൂൾ പറഞ്ഞേക്കാനുണ്ട്. 6 മക്കളെ താത്ത സ്കൂൾ പറഞ്ഞേക്കുന്നുണ്ട്. ലേഹം വരകുന്നുണ്ട്, എണ്ണ വരകുന്നുണ്ട്, എണ്ണ ഉണ്ടാക്കുന്നുണ്ട്, നെൽപ്പൊടി ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ ഇനി ഇതാ താളിപ്പൊടി ഇറക്കിയിട്ടുണ്ട്. ഇതൊക്കെ അതെന്താ സംഭവം എന്നായിരിക്കൂലേ. ഇതെന്താ അറിയോ? ഇതാണ് ശതാവരി. നിങ്ങളെ അസ്ഥിയുരുക്കം മാറുന്ന് ഞാൻ പറഞ്ഞില്ലേ. മാറുന്ന് പറഞ്ഞാൽ മാറും. ഒരുപാട് റിവ്യൂകൾ നമ്മളെ വാട്സപ്പിൽ ഉണ്ട് കേട്ടോ. ഇങ്ങനെ എന്താ കമന്റ് ബാഡ് ഇടാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരി, വാട്സപ്പിൽ ചോദിച്ച് ഞാൻ അതിന്റെ റിപ്ലൈ ഞങ്ങൾക്ക് തരാം. അത്രയും ബുദ്ധിമുട്ടിൽ കഴിഞ്ഞ ഒരു വ്യക്തിന്റെ അനുഭവം ഉണ്ട് കേട്ടോ. അവര് എന്താ പറയുന്നുണ്ട്, ആ ഒരു വോയിസിൽ അവര് വ്യക്തമായിട്ട് അത്രയും ബുദ്ധിമുട്ടി പറയുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് കേൾപ്പിച്ചുതരാം കേട്ടോ. മാറിയ ചരിത്രം. ശതാവരി നമ്മൾ പച്ച എടുത്തിട്ട് അതിന്റെ നീരിലാണ് നമ്മള് ബീറ്റ്റൂട്ടും ക്യാരറ്റും. ബീറ്റ്റൂട്ടൊക്കെ എന്തിനാ ബ്ലഡ് കൗണ്ട് നന്നായിട്ട് കൂടും. അതേപോലെ ക്യാരറ്റ് സ്കിന്നൊക്കെ ഗ്ലോ ആവാനും. നിങ്ങൾക്ക് അറിയാലോ എന്താ പച്ചക്കറിയിലെ രാജാവ് ആരാന്ന് ചോദിച്ചാല് ബീറ്റ്റൂട്ടാണ്. ബീറ്റ്റൂട്ടിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ക്യാരറ്റിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. ശതാവരിക്ക് അതിന്റെ 10 മടങ്ങ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ നിങ്ങൾ എവിടുന്നാ പഠിച്ചതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ചിലവര് വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ട് തന്നെ ചെയ്യുള്ളൂ. പഠിച്ചാതെ ഒരു സാധനം നമ്മൾ ചെയ്യൂല. നമ്മക്ക് ഡോക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിത് ഡോക്ടറെ നേതൃത്വത്തിൽ തന്നെയാണ് ചെയ്യണം കേട്ടോ. അതിന്റെ ഒരു പ്രൂഫും കാര്യങ്ങളൊക്കെ നമ്മളടുത്ത് ചെയ്യലാണ്. നമുക്ക് ലാബ് ടെസ്റ്റും ആണ്. നമ്മള് എന്താ ആയുർവേദ മെഡിസിൻ എടുക്കണ ഇതൊക്കെ എടുക്കണത് തന്നെ ഞാന് മഞ്ചേരി ബാപ്പു വൈദ്യരെ ഷോപ്പിന്ന് കേട്ടോ. ഒരുവിധ ആളുകൾക്ക് അറിയാം മഞ്ചേരി ബാപ്പു വൈദ്യർ ആരാന്ന്. അപ്പൊ അവിടുന്നാണ് നമ്മളെ മരുന്ന് കാര്യം. ഹെയർ ഓയിലിനായാലും നമ്മളെ ഓയിലിനായാലും ഇതാണ് നമ്മളെ ഹെയർ ഓയിൽ. മൈഗ്രൈന്റെ തലവേദന, മുടി കൊഴിച്ചില്, താരന്, അകാല നിര, ഇതിനൊക്കെ എല്ലാം മുടിയിൽ ചൊറി, ചെരങ്ങ്,
അതേപോലെ മുണ്ട് കീറുക, പേന ഈര് കായ് നിനക്കെല്ലാണ്. ഇതിന്റെ മരുന്ന് വരെ ഞാൻ എടുക്കുന്നത് വൈദ്യര ഷോപ്പിൽ നിന്നാണ് കേട്ടോ. ഞങ്ങൾ മഞ്ചേരി ആയുർവേദ ഷോപ്പുണ്ട്, പാരമ്പര്യ ആയുർവേദ ഷോപ്പ്, ബാപ്പു വൈദ്യരെ പീടിയെന്നാണ്. ലേഹത്തിനായാലും ഹെയർ ഓയിലിനായാലും അവിടെയും ഇവിടെയും പോയിക്കാണ്ട് ലാഭത്തിന് പത്തും ഒരു കാര്യം ചെയ്യൂല. പിന്നെ ഇതൊക്കെ നമ്മളെ ഡോക്ടറോട് ചോദിച്ചിട്ടാണ് അതിന്റെ അളവ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഡോക്ടർ ഉണ്ട് കേട്ടോ, അതുപോലെ അല്ല കേട്ടോ, നമുക്കായിട്ട് ഒരു ഡോക്ടർ ഉണ്ട്. അപ്പൊ ആ ഡോക്ടറുടെ നേതൃത്വത്തിലാണ്, ഡോക്ടറോട് ചോദിച്ചിട്ട് തന്നെയാണ് എല്ലാ കാര്യവും ഡോക്ടർ എഴുതി തന്ന കുറിപ്പോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. എന്തൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണ്ടേ. അപ്പൊ ഇത് ശതാവരിയാണ്. ശതാവരിന്റെ നീര് എന്ന് പറയാം. ശതാവരിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞാല് എന്താ, കാര്യമായിട്ട് വെള്ളപ്പോക്കിന്റെ അസുഖം, അതാണ് ശതാവരി കുളം എന്ന് പറഞ്ഞാൽ തന്നെ ആയുർവേദിക്കില് ഒരു ലേഹ്യമുണ്ട്. നല്ല മാറ്റം ഉണ്ടാവും അത് കഴിച്ചാൽ തന്നെ. പക്ഷെ നമുക്ക് തിന്നാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര ചമർപ്പുണ്ട്. പക്ഷെ നമ്മളെ ലേഹ്യം നല്ല ടേസ്റ്റ് ആയിരുന്നു. അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈത്തപ്പഴത്തിലൊക്കെ പുഴുങ്ങിയെടുത്തുകാണ്ട് അതുപോലെ നട്സുകളൊക്കെ കൂട്ടി ഉണ്ടാക്കുമ്പോഴുണ്ട് പെൺകുട്ടികൾ തിന്നും, അല്ലെങ്കിൽ പെൺകുട്ടികൾ തിന്നൂലേ, നമുക്കറിയാം. ഞാനൊക്കെ പണ്ട് ഒരുപാട് തിന്നീനാണ് കേട്ടോ. വികൃതി കാട്ടല്ലേ അവിടെ അവർക്ക്. അപ്പൊ ഇതിപ്പോ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് കഴിക്കാൻ പറ്റുമോ ലേയെന്ന് ഒരുപാട് കമന്റുകൾ ഉണ്ട് കേട്ടോ. എന്താടി അവിടെ ഇരുന്ന ഇവിടേക്ക് ഇരിക്ക്, ഓൽക്ക് ഇതില് കാണണം പറഞ്ഞിക്കാണ്ടേ നിങ്ങൾ ഓലൊക്കെ ഒന്നും കണ്ടോളി. പ്രസവിച്ച് കിടക്കണ സ്ത്രീകൾ ഉണ്ടാവും കഴിക്കാൻ പറ്റുമെന്ന്. പ്രസവിച്ച് നോർമൽ ഡെലിവറി ആണെങ്കിൽ 15ാമത്തെ ദിവസം മുതൽ 2, 3, 4 kg നമ്മൾ ലേഹ്യം കൊണ്ടുപോകലുണ്ട് കേട്ടോ. കൊണ്ടുപോകലൊക്കെ കമന്റ് ഇട്ടോളി. സുഖപ്രസവാണെങ്കിൽ, അല്ല സിസേറിയൻ ആണെങ്കിൽ 1 മാസം കഴിഞ്ഞോട്ടെ, മുറിവും പുണ്ണൊക്കെ ഒന്ന് ഉണങ്ങിക്കോട്ടെ. ഇത് എന്തിനാ അവർ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ നന്നായിട്ട് പാലുണ്ടാവും. ശതാവരിന്റെ ലേഹ്യം കഴിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഇന്നോട് വെച്ചാണ്ട് ഏത് വൈദ്യ ഷോപ്പിലും വൈദ്യരോട് ചോദിച്ചാൽ അറിയാം, ശതാവരിന്റെ ലേഹ്യം കഴിച്ചാൽ പാലുണ്ടാവുമോ. നന്നായിട്ട് ശതാവരി ചേർക്കണം, നന്നായിട്ട് പാലുണ്ടാവും. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സുകളും അല്ലേ, നന്നായിട്ട് പാലുണ്ടാവും. പാല് പനിച്ചിട്ട് നമുക്ക് വിറച്ചിട്ട് പാലൊഴുകി വരിക അറിയില്ലേ, അങ്ങനെ വരും പാല് കേട്ടോ. പിന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് ശതാവരിക്ക്. നിങ്ങൾ ആയുർവേദത്തിലൊക്കെ ഒന്ന് നോക്കിയാൽ മതി. ഞാനിതിപ്പോ ഇങ്ങനെ കാണിച്ചു തരാൻ കാരണം എന്താന്നോ, ഇങ്ങനെ ശതാവരി ആരെങ്കിലും കയ്യില് ആരെങ്കിലും വീട്ടില് വളർത്തണോല്, കൃഷിക്കാരൊക്കെ വളർത്തലുണ്ട്, അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കൊരു മെസ്സേജ് തരുന്നുണ്ട് കേട്ടോ. എനിക്ക് ശതാവരി ആവശ്യമുണ്ട്. നമ്മള് ശതാവരിയൊക്കെ പപ്പുവൈദ്യരെ പീടിയെന്ന് എടുക്കല്. അപ്പൊ ചിലപ്പോ സ്റ്റോക്ക് ഔട്ട് ആവലുണ്ട്. അങ്ങനെ വരുമ്പോ എനിക്ക് ലേഖക്ക് കൂട്ടാൻ ഞാൻ ഭയങ്കര ബേജാറാ. കാരണം കാര്യമായിട്ട് നമ്മളിത് കൂട്ടണതല്ലേ. അപ്പൊ ചിലപ്പോ ഞാൻ നിർത്തി വെക്കലുണ്ട് ലേണ്ടാക്കല്. മരുന്ന് കൂട്ടാതെ നമ്മൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ, ഇത് കൂട്ടാതെ നമ്മൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾ അസുഖം മാറണ്ടേ, നമ്മളെ കാര്യം നമ്മൾ മാത്രം നോക്കലില്ല, നിങ്ങൾക്ക് പണ്ടേ അറിയാം. അപ്പോ ശതാവരി ആരെങ്കിലും വീട്ടിലോ ആർക്കെങ്കിലും അറിവോ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് തരുവേണ്ടി, ഞാൻ അവിടെ വന്ന് കളക്ട് ചെയ്തോളാം. അല്ലെങ്കിൽ എനിക്ക് എന്താ ഇങ്ങനെ അയച്ചു തന്നാലും മതി കേട്ടോ. ഇത് നന്നാക്കുകയാണ് കേട്ടോ. ഏകദേശം 5-6 കിലോനൊക്കെ നമ്മളെ ലേഖനങ്ങൾക്ക് ഉപയോഗിക്കും കേട്ടോ. ഇതൊരു തെങ്ങിന്റെ വേര് പോലെയാണ്. ഇത് എങ്ങനെ നന്നാക്കല് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ തൊലിയൊക്കെ ഉണ്ടല്ലോ. എവിടെ എന്റെ കത്തി എടുത്താ, ആ ചെമ്പെടുത്താ ഇവിടെ. ഇത് നന്നാക്കണ പണിയാണ്. നാളെ ഉണ്ടാക്കണാണ്. ഇന്ന് ഉണ്ടാക്കിയില്ല, ഇന്ന് ശനിയാഴ്ച അല്ല, ഉണ്ടാക്കാൻ കൂടിയില്ല മക്കളെ. ഉമ്മാനൊന്ന് ഡോക്ടറെ കാട്ടാനൊക്കെ ഒന്ന് പോയി. ഉമ്മാന്റെ വായില് പുണ്ണൊക്കെ ഉണ്ടായിട്ടേ അങ്ങനെ കിടക്കല്ലേ. അപ്പൊ അതൊക്കെ ഒന്ന് ഇങ്ങനെ തൊലി കളയാ. ഇതൊക്കെ ഒന്ന് തൊലി കളഞ്ഞു കൊടുത്താ ഓനങ്ങോട്ട് മുങ്ങും. പൊന്നാരെ മക്കളെ, ഒരു ഷോർട്സിൽ നിങ്ങൾ ഓനെ കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ തൊലി കളഞ്ഞിട്ട് ഇത് കണ്ടോ, നമ്മൾ ഇഞ്ചിക്കൊക്കെ തൊലി കളയണമായി കളഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഒന്നായിട്ട് മുറിച്ചിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാല്, അവിടെയൊക്കെ നമ്മളെ പൂള ഉണ്ടാവുമല്ലോ, കപ്പ അതിന്റെ നാര് പോലെ ഒരു നാരുണ്ടാവും. ഈ നാര് എടുക്കണം കേട്ടോ. ഈ നാര് എടുത്താലേ, അല്ലെങ്കിൽ നമുക്ക് പള്ളവേദന വരും, വയറുവേദന വരും. ഈ നാര് എടുത്തിട്ട് നമ്മള് കണ്ടോ ഇങ്ങനെ മുറിച്ചു വന്നിട്ട് അത് നന്നായിട്ട് അടിച്ചെടുക്കുമ്പോ നന്നായിട്ട് പാലുണ്ടാവും. അതില് നമുക്ക് പാലുണ്ടാവുമല്ലോ, ആ പാല് വെള്ള പാലായിരുന്നു കിട്ടുക. അങ്ങനെ കാണുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷാട്ടോ. ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ നമ്മള് ആ വൈദ്യര് എഴുതി തന്ന നിർദ്ദേശപ്രകാരമാണ്. നമുക്ക് ഡോക്ടർ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, ആ ഡോക്ടർ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അത് ഇവിടുത്തെ വൈദ്യരൊന്നല്ല കേട്ടോ. ഞാനവിടെ കുറച്ച് ക്ലാസ്സിലും കാര്യങ്ങൾക്കൊക്കെ പോയിട്ട് തന്നെയാണ് ഇത് പഠിച്ചെടുക്കുന്നത് കേട്ടോ. അത് എനിക്കറിയാം, അമ്മ ചെയ്ത് തന്നെയാണ് പ്രസവിച്ച് കിടക്കുമ്പോ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാല്
നമ്മൾ ഒന്നും കൂടി അതിന്റെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യണം. പിന്നെ ലാബ് ടെസ്റ്റ്, ലാബ് ന്യൂട്രിയൻസ് ടെസ്റ്റ്, വെള്ള ടെസ്റ്റ് ഇതൊക്കെ നമ്മൾ ചെയ്താണ് കേട്ടോ. ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ നാരും എടുക്കാം. ഇതൊക്കെ ഒന്ന് ശരിയാക്കിക്കാം. എന്നാ അവിടെ ഇരുന്ന് ശരിയാക്കടാ. ഇവിടെ നീച്ച കാക്ക ശരിയാക്കിക്കോളും. അപ്പൊ ഇത് ഉണ്ടെങ്കിലും ഒന്ന് മെസ്സേജ് തരുന്നുണ്ട് കേട്ടോ. ഞാൻ എടുത്തോളാം. ഒരു മാന്യമായ വിലക്ക് കേട്ടോ. ഇത് നന്നാക്കാന്ന് പറഞ്ഞ പൊന്നാര മക്കളെ വല്ലാത്തൊരു ഗതിയോട് പിടിച്ച പരിപാടിയാ. നമ്മളെ ബീറ്റ്റൂട്ടും ഈത്തപ്പഴവും ക്യാരറ്റും ശതാവരിയൊക്കെ നന്നാക്കാന് പിന്നെ 3 ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ പാക്ക് ശമ്പളം കൊടുക്കാൻ തുടങ്ങി 3 ആൾക്ക്. എങ്ങനെ ഇതിന്റെ കഥ നിങ്ങൾക്ക് അറിയാം. അൽഹംദുലില്ലാ ഞങ്ങളെ സപ്പോർട്ട് അൽഹംദുലില്ലാ എന്നും ഞാൻ നിങ്ങളെ ഓർക്കലുണ്ട് കേട്ടോ. എന്റെ ദുആയിൽ നിങ്ങളൊക്കെ എന്നും ഉണ്ട്. നമ്മൾ ദുആ ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കലുണ്ട് നിങ്ങളൊക്കെ. കാരണം അത്രയും ബുദ്ധിമുട്ടിന്ന് കൈപിടിച്ച് ഉയർത്തിയ ആളുകളെ നിങ്ങളൊക്കെ അത് നമ്മൾ മറക്കലില്ല. പിന്നെ ബിസിനസിന്റേതായ റൂട്ടിൽ നമ്മൾ പോണ്ടേ. ഇനി 5 മക്കളെ ഓലൊക്കെ വളർത്തിയെടുക്കണ്ടേ. അപ്പൊ ഇത് ഇല്ലോല് ഒന്ന് മെസ്സേജ് ചെയ്തോളി. ഇതിങ്ങനെ ചപ്പ കുപ്പിയൊക്കെ ഉണ്ടാവും, അതൊക്കെ അങ്ങനെ ഒഴിവാക്കുക. നന്നാക്കാൻ ഭയങ്കര ഇടങ്ങാറ്. ഇത് ഞാനാണ് അധികം നന്നാക്കുക കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാല് എനിക്കിത് നമ്മളൊരു ഇതുണ്ടാവുമല്ലോ, എനിക്കത് ചേർത്തു എനിക്കത് കാണണം. അപ്പൊ ഞാൻ തന്നെ എന്റെ കൈ കേടെന്നിരുന്നു. അപ്പൊ കാക്കും ഞാനും അല്ലെങ്കിൽ ഞാനും ഇതൊക്കെ അത് വൃത്തിയാക്കി എടുക്കും കേട്ടോ. എടാ അങ്ങനെ നല്ലോ ആക്കണ്ടടാ. ഇങ്ങനെ ഒറ്റ ഇതിൽ ഇങ്ങനെ അതിന്റെ നൂലും പാടൊക്കെ ഒന്ന് പോയിട്ട് അതൊക്കെ എനിക്ക് എത്ര വട്ടം കാണിച്ചു തന്നു. അവൻ ഒഴിവില്ലോ അവൻ അപ്പോത്തിന് പന്ത് കളിച്ചാൽ മതി. അതിൽ കാണില്ലൊക്കെ അല്ലേ? ആരും എടുക്കും. ഇത് കണ്ടോ നമ്മളെ താളിപ്പൊടിയാണ് കേട്ടോ. താളിപ്പൊടി ഒരുപാട് ആളുകൾ ഇപ്പൊ വാങ്ങുന്നുണ്ട്. അൽഹംദുലില്ലാ ഞാൻ എന്ത് പ്രൊഡക്റ്റ് ഇറക്കിയാലും നിങ്ങൾക്ക് അറിയാം അത്രയും പവിത്രമായി അത്രയും ഉറപ്പോട് കൂടിയിട്ടേ ഞാൻ ചെയ്യുള്ളൂ. അത്രയും വിശ്വാസത്തോട് കൂടിയിട്ടേ നമ്മളിത് ചെയ്യുള്ളൂ കേട്ടോ. താളിപ്പൊടി ഇത്രയും നൈസാക്കി ഇത് ഉപയോഗിച്ചോലൊക്കെ ഒന്ന് കമന്റ് ഇട്ടോണേ. അത് ചെല്ലണുണ്ടാവുള്ളൂ ഓരോരുത്തരുത്ത്. നമ്മളിപ്പോ ഇറക്കിയിട്ടല്ലോ. 100 ഗ്രാം ഇത്ര ഉണ്ടാവും കേട്ടോ. 100 ഗ്രാം വാങ്ങിയാൽ മതി. 100 ഗ്രാം വാങ്ങി നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പ്രൂഫാണ് ഇതിന് നല്ല ഗുണമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ 500 1/2 kg ഒക്കെ വാങ്ങിക്കോണ്ടി. 1/2 kg നമ്മളെ നെടുപ്പൊടിന്റെ അത്ര ഉണ്ടാവും. അതുപോലെ 1/4 kg എത്ര ഉണ്ടാവും ചോദിച്ചാൽ നമ്മളെ ലേഹത്തിന്റെ കുപ്പിയിൽ നിറച്ചും ഉണ്ടാവും. എന്താ വെച്ച് കഴിഞ്ഞാൽ പൊടിയല്ലേ, പൊടിയാവുമ്പോ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇത് 100 കേട്ടോ. 100 വാങ്ങോണ്ടി നമ്മളെ ഹെയർ ഓയിലിന്റെ കൂടെ 100 ഗ്രാം ഒന്ന് വാങ്ങി നോക്കുകൊണ്ടി. ഉഷാറാണ് എന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കുകൊണ്ടി കേട്ടോ. ഇത് നമ്മളെ ലേഹിയാണ്. നമ്മളെ ശതാവരിയും ബീറ്റ്റൂട്ടിന്റെ ചാറും ക്യാരറ്റിന്റെ ചാറും പിന്നെ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സുകളും തേങ്ങാപ്പാലിൽ നമ്മള് ഈത്തപ്പഴം പുഴുങ്ങിയെടുത്തുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ കർക്കിടകത്തിലൊക്കെ ഉണ്ടാക്കി തിന്നു കഴിഞ്ഞാൽ നമ്മളെ തടിമ കുടിച്ചു കേട്ടോ. പിന്നെ ഇത് എങ്ങനെയാ താത്ത ഉപയോഗിക്കാന്ന് കൂടുതൽ ആളുകൾക്കും അറിയില്ല. ഇത് 100 ഗ്രാം വാങ്ങിയാൽ തന്നെ ഒരുപാട് ഉണ്ടാവും കേട്ടോ. ഇത് എടുത്താ അപ്പൊ ശതാവരിന്റെ ആൾക്കാരൊക്കെ വിളിച്ചോളി, വാട്സപ്പ് ചെയ്തോളി. നിങ്ങളെടുത്തില്ലെങ്കിൽ ആരെടുത്തേലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ 500 എണ്ണ കേട്ടോ. 500 എണ്ണ എത്ര ഉണ്ടാവും, 200 എണ്ണ എത്ര ഉണ്ടാവും. നമ്മളെ ലേഹിയാണ്. ലേഹ്യം 1/2 kg ഇത്ര ഉണ്ടാവും, 1 kg ഇത്ര ഉണ്ടാവും. ഇത് നമ്മളെ നട്സ് പൊടി 1/4 kg. കാരണം പൊടി കനല്ലാത്ത സാധനല്ലേ. 10 വയസ്സിന്റെ താഴെയുള്ള മക്കളൊക്കെ ഇത്തിരി പാലിലൊക്കെ കലക്കിക്കാണ്ടൊക്കെ ഒന്ന് കൊടുത്തു നോക്കോണ്ടിട്ടോ. കടി ഉഷാറാവും. ആ കുട്ടികളെ കൈയും കാലൊക്കെ വേദന ഉണ്ടാവുമല്ലോ, രാത്രി കാലുവേദന അറിയണേനൊക്കെ സൂപ്പറാണ് കേട്ടോ. ജസ്റ്റ് ഒന്നും കാണിച്ചു തരാം. അത് കുറേയൊന്നും എടുക്കണ്ട. 1 ടീസ്പൂണൊക്കെ എടുത്താൽ മതി. കുറച്ച് മുടിയിലോല് 1 ടീസ്പൂണ്, കുറേ മുടിയിലോല് 2 ടീസ്പൂണ്, അത്ര മതി കേട്ടോ. എന്നിട്ട് ഇത് കട്ടിയിലെല്ലാം ഉണ്ടാക്കുക കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കുറച്ച് വെള്ളം തോനെ പാർന്ന് കാണ്ട ഉണ്ടാക്കുക. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇത് 2 ടീസ്പൂണ് പാർന്നിട്ട് തന്നെ ഇങ്ങോട്ട് നോക്കിയാൽ ഇതിങ്ങനെ ഇതായി നിൽക്കുന്നുണ്ട്. അപ്പൊ കുറച്ചും കൂടി വെള്ളം പരട്ടെ കേട്ടോ. നന്നായിട്ട് കട്ട ഉടയാണ് കേട്ടോ. കട്ട ഉടയണ പരുവാക്കണം. ഒരു വലിയ ബോട്ടിൽ എടുത്താൽ മതി. നോക്കിയതിങ്ങനെ ചുമളെ കാണില്ലേ? ഓക്കെ, എന്റെ ഒരു അഭിപ്രായത്തില് 2 സ്പൂൺ എടുക്കണ്ട കേട്ടോ. നിങ്ങള് 1 ടീസ്പൂൺ കണ്ടൊക്കെ ഇത് ഇങ്ങനെ തന്നെ ആയിട്ട് കട്ടായി നിൽക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കുക. കട്ടയൊക്കെ നന്നായിട്ട് ഉടച്ചിട്ട് കുറച്ചും കൂടി വെള്ളം. അപ്പൊ 1 ടീസ്പൂണൊക്കെ പാർന്നാൽ മതി കേട്ടോ. 2 ടീസ്പൂണൊന്നും ഉപയോഗിക്കണ്ട, ഒരു ആവശ്യമില്ല. കുറേ മുടിയുള്ളവർക്കൊക്കെ. ഷെയ്മോളെ
നല്ലോണം 1.5 ടീസ്പൂൺ 1 ടീസ്പൂണൊക്കെ എടുത്താൽ മതി കേട്ടോ. അപ്പൊ പിന്നെ 100 ഗ്രാം തന്നെ വാങ്ങിയാൽ മതി നിങ്ങൾ കേട്ടോ. എന്നിട്ടേ നല്ല ലൂസ് പരുവാക്കണം കേട്ടോ. എന്ത് ടൈറ്റ് ഉണ്ട്, ഇനി കുറച്ചും കൂടി വെള്ളം പാരുന്നു. കാരണം നമ്മൾ ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് കൂട്ടുന്നുണ്ട്. ഈ വെറും മുരിങ്ങൻ്റെ ഇലയും ചെമ്പരത്തിന്റെ ഇലയും കൂട്ടിക്കാണ്ട് നമ്മൾ താളിപ്പൊടി ഇറങ്ങാണ്ട് വെക്കുമല്ലോ, ആ പരിപാടിയല്ല കേട്ടോ. അത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇത് ഉപയോഗിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതുപോലെ നല്ല ലൂസ് പരുവാക്കോണ്ടിട്ടോ. ഇതൊരു 5 മിനിറ്റ് വെച്ചാൽ തന്നെ ഇങ്ങോട്ട് നോക്കിയാൽ ഇങ്ങനെ നല്ലൊരു ഇതായി വരുന്നുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നല്ലൊരു ഇതുണ്ടാവും. ചിലവരറിയും സോപ്പും പാതി നല്ലട്ടങ്ങൾ ഉപയോഗിച്ച് നോക്കി, നല്ലൊരു സ്മെല്ലും ഉണ്ടാവും കേട്ടോ. ഉണ്ടാവും. എന്നിട്ട് നമുക്ക് കയ്യുമ്മലൊക്കെ ഇങ്ങനെ മേത്തും തേക്കാട്ടോ, മേത്തും തേക്കാം, അതേപോലെ തലയിലൊക്കെ തേക്കാം. അങ്ങനെ ഈ സോപ്പൊക്കെ അലർജി ഉള്ളവരും ഉണ്ടാവുമല്ലോ, അവിടെയൊക്കെ സോപ്പ് വേച്ച മാതിരി നമ്മൾ കാണുന്നുണ്ടോ, സോപ്പ് വേച്ച മാതിരി ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അവിടെയൊക്കെ 2 ടീസ്പൂൺ എടുത്തിട്ട് തന്നെ ഇതിക്ക് ഇനിയും വെള്ളം പാരണം ഞാൻ. കാരണം ഈ കട്ട മുഴുവനും ഉടഞ്ഞിട്ടില്ല. അപ്പോൾ 1 ടീസ്പൂണൊക്കെ എടുത്താൽ മതി കേട്ടോ. എന്നോട് ചോദിച്ചിരുന്നു താത്ത ഇത് എത്ര എടുക്കുക എന്നൊക്കെ ചോദിച്ചിരുന്നു. അതൊന്ന് കാണിച്ചു തരാനായി കേട്ടോ. അടാ മുണ്ടെടുത്ത് കൊടുക്കാടാ. അപ്പൊ കണ്ടില്ല നിങ്ങള്, 1 ടീസ്പൂണൊക്കെ എടുത്താൽ മതി കേട്ടോ. 2 ടീസ്പൂൺ തന്നെ എടുത്തിട്ട് കുറേ ഉണ്ട്. നമ്മളിതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് കൂട്ടിയിട്ടുണ്ട്. കാര്യമായിട്ട് കുട്ടികളെ കണ്ണിനുണ്ടാവുമല്ലോ ഈ വെള്ളം ഒലിച്ച, ഈ തലയിൽ പേനും ചൂടുകൊണ്ടാണ്, തണുപ്പ് കിട്ടും നല്ല കേട്ടോ. ഉറക്കം കിട്ടും, ഉറക്കമില്ലാത്തവർക്കൊക്കെ. അതൊക്കെ നല്ല വൃത്തിയൊക്കെ നല്ല വൃത്തി ഉണ്ടാവും കേട്ടോ. അപ്പൊ വാണ്ടലൊക്കെ അങ്ങോട്ട് കുളിച്ചോളി കേട്ടോ. നമ്മളെ താളിപ്പൊടിയാണ്, നല്ല ഒരു നാച്ചുറൽ സ്മെല്ലും ഉണ്ട് കേട്ടോ. മൈലാഞ്ചി മണക്കുണ്ട്. ബഹറും കടന്ന് എടാ പോയടാ, അതൊന്ന് നേരാക്കേ. ഓ നല്ല മുങ്ങിട്ടോ. ഇനി തന്നെ പണിച്ച് മക്കളെ അന്തിപ്പാതിർക്ക് ശതാവരി ഉണ്ടാക്കണ പണിയാണ്. ഇതൊക്കെ എന്നിട്ട് നല്ലോണം കഴുകൂട്ടോ. കഴുകി വൃത്തിയാക്കി പിന്നെ നമ്മളെ മിക്സിയിലിട്ട് അടിച്ചെടുക്കും. പിന്നെ യന്ത്രമൊക്കെ ഉണ്ടല്ലോ ഇയാളെ 1 ലക്ഷം 2 ലക്ഷമൊക്കെ വാങ്ങല്ലോ. അതിനൊന്നും ഇപ്പൊ കഴിച്ചില്ല. 2 ലക്ഷം 1 ലക്ഷം കൊടുത്തു അങ്ങോട്ടൊക്കെ എത്തട്ടെ അല്ലേ. നിങ്ങളുടെയൊക്കെ എളുപ്പമുണ്ട്. ഇതിന്റെ ഈ നൂലുണ്ടല്ലോ, പൂളക്കേങ്ങിന്റെ ഉള്ളിലുണ്ടാവൂലേ, ഈ വേരെടുക്കണം, അല്ലെങ്കിൽ പള്ളി വരുത്താം. പച്ച തന്നെ കിട്ടണം. പച്ച ഇല്ലോലും ഒന്നും വിളിച്ചോണ്ട് കേട്ടോ. പിന്നെന്താ കുഞ്ഞുമണിയാളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാമെന്ന് ലേഹം വരകണ ദിവസമാണ്. ലേഹം വാണ്ടിയവരൊക്കെ വിളിച്ചോളൂ. ഇത് 1/2 kg ലേഹിയാണ്. ശരീരപുഷ്ടിക്കും തടി നന്നാനും വെള്ളപ്പൂപ്പിന്റെ അസുഖത്തിനും അതേപോലെ മെരിച്ചിലുണ്ടാവും. എന്ത് തിന്നാലും തടി എന്നാത്തോല്. അപ്പം ഒന്നും കുളിച്ചോളി, ആവശ്യമല്ലോല്. നല്ല അടിപൊളി ലേഹ, നല്ല ടേസ്റ്റാണ്. മധുരത്തിന് ഈത്തപ്പഴം കൂട്ടിയോണ്ട് തന്നെ ഷുഗർ പേഷ്യന്റിന് കഴിക്കാം, ഒരു കുഴപ്പമില്ല. ക്ഷീണത്തിനൊക്കെ വാങ്ങി കഴിക്കലുണ്ട്. നല്ല എനർജിക്ക് ബൂസ്റ്റ് കിട്ടും കേട്ടോ. നമുക്ക് PCOD അതേപോലെ നമുക്ക് ഉണ്ടാവുമല്ലോ ഇതില് എന്താ പറയാ, വൈറ്റമിൻ D കുറഞ്ഞാലുണ്ടാവും. രാവിലെ നീച്ച മടി, അലസത, അതിനൊക്കെ ഉഷാറാണ് കേട്ടോ. നല്ല സ്ട്രോങ് ഉണ്ടാവും രാവിലെ നീച്ചാല്. താത്താല് സ്ട്രോങ് തന്നെയാണ്. സ്ട്രോങ് അല്ല ഞാനൊരു പരസ്യത്തിന് കൊടുക്കലില്ല. ആര് അമ്മമാർക്ക് തിരിച്ച് എന്നെയുണ്ട് മക്കളെ. പരിസരബോധമല്ലാതെ വർത്താനം പറയും. എങ്ങനെ പിന്നെ ഞാൻ എടുക്കാം. ഇനി കണ്ടോ ആ പൊടിയിൽ കളിച്ചല്ലാടെ വെക്കും. വണ്ടികളൊക്കെ വിളിച്ചോളിട്ടോ. നമ്മളെ ഹെയർ ഓയിലിന്റെ കൂടെ നമ്മൾ ഒരു ബോട്ടിൽ എടുക്കൊണ്ട് നല്ല കാച്ചി എണ്ണയോടൊക്കെ പച്ച കളറായിരിക്കും നമ്മളെ ഹെയർ ഓയിൽ കേട്ടോ. പച്ച കളറായിരിക്കും ഹെയർ ഓയില്. പിന്നെന്താ ലേഹം വണ്ടികൾ വിളിച്ചോളി. തടി നന്നാവാനും അതുപോലെ ബ്ലഡ് കൗണ്ട് കൂടാനും ആണിനും പെണ്ണിനും എല്ലാവർക്കും കഴിക്കാട്ടോ. ശരിക്കും 3 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള മക്കൾക്ക് 2 ടീസ്പൂണും ഒക്കെ വെച്ച് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ഇപ്പൊ 3ഉം 4ഉം വയസ്സായ കുട്ടികൾക്കൊക്കെ ഞാൻ എങ്ങനെ കൊടുക്കാൻ പറയില്ല. തള്ളാര് വാങ്ങും കേട്ടോ. പ്രസവിച്ചിറക്കുന്ന തള്ളാരൊക്കെ ഓൽക്ക് വാങ്ങുമല്ലോ. അപ്പൊ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. ചിലപ്പോൾ 3 വയസ്സായ കുട്ടികളൊക്കെ ഇങ്ങനെ കൊടുക്കാത്ത ആ കുട്ടി തിന്നുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല നിങ്ങൾ ഇത് എങ്ങനെ കൊടുക്കുക ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ കുട്ടികൾക്കൊക്കെ എന്താ കാട്ടാന്ന് ഒരു തുള്ളി എടുക്കുക, ഒരു തുള്ളി കോട്ടി പരുവത്തിലാക്കുക. കോട്ടി ഉണ്ടാവില്ല നമ്മളെ, കോട്ടി പരുവത്തിലാക്കുക. 1 ടീസ്പൂണൊന്നും കൊടുക്കണ്ട, കാരണം വിശപ്പ് കൂടും, ചെറിയ കുട്ടിയല്ലേ. അപ്പൊ കോട്ടി പരുവത്തിലാക്കിയിട്ട് അത് കൊടുക്കാം. 2 നേരം വെച്ചിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ 5 വയസ്സിന്റെ വരെ 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള മക്കൾക്ക് 2 നേരം വെച്ചിട്ട് കൊടുക്കാം കേട്ടോ. 3ഉം 2ഉം വയസ്സായ കുട്ടികൾക്കൊക്കെയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. കോട്ടി പരുവാക്കി കണ്ട് 2 നേരം വെച്ചിട്ട് കൊടുത്തോണ്ടി. കോട്ടി പറഞ്ഞാൽ അറിയില്ല ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മളിങ്ങനെ കോട്ടി കളിച്ചൂലേ, ആ കോട്ടി.
പിന്നെ ഒരു ബോട്ടിൽ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കാണും. എന്നെ കെട്ടിച്ചാനായ പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളൂ കേട്ടോ. തടി നന്നാവും ഉറപ്പ് ഞാൻ പറയും. നിങ്ങൾ 3 ബോട്ടിൽ എന്തായാലും കഴിക്കും. ഒരു ബോട്ടിൽ നിങ്ങൾ കഴിക്കും. എന്നിട്ട് അതിന്റെ ബെനിഫിറ്റ്, അതിന്റെ ടേസ്റ്റ്, അത് എന്താ അതുകൊണ്ട് ഗുണം, നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം കിട്ടുന്നുണ്ടോ എന്നാൽ മാത്രം നിങ്ങൾ വാങ്ങിയാൽ മതി. ഞാൻ അങ്ങനെ തന്നെ പറയില്ല എല്ലാവരോടും. അല്ല വെറുതെ വാങ്ങി തന്നിട്ട് കാര്യമല്ലോ. നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചാൽ മതി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യമൊക്കെ 1/2 kg വാങ്ങിച്ചിട്ട് അല്ല 1 kg, കഴിഞ്ഞ പ്രാവശ്യം 1/2 kg വാങ്ങിച്ചവരൊക്കെ ഈ പ്രാവശ്യം ഫുള്ള് കൂടുതൽ 1 kg ആണ് പോയത്. 1/2 kgന്റെ ബോട്ടിൽ ഞാൻ കുറച്ചാക്കിയിട്ടുള്ളൂ. ഫുള്ള് 1 kg, എല്ലാവരും 1 kg, 2 kg, 2 kg, 3 kg ഒക്കെ പിന്നെ പ്രസവിച്ച് നടക്കുന്നവർക്കാണ് കൊണ്ടുപോകല് കേട്ടോ. അപ്പൊ വണ്ടികൾ പെട്ടെന്ന് ഓർഡർ ചെയ്തോളി. നട്സ് പൊടിയൊക്കെ നമ്മളെ വ്യവസായ സ്ത്രീകളൊക്കെ ഉണ്ടാവും, ആണുങ്ങളും പെണ്ണുങ്ങളും അതേപോലെ ചെറിയ മക്കൾ 6 മാസം മുതൽ കുറുക്കി കൊടുക്കാട്ടോ. ഇത്തിരി വെള്ളത്തിൽ ഇതിൽ മിൽക്കും പാലൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുറുക്കി എടുക്കുമ്പോ കേട്ടോ ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയത് എല്ലാ ധാന്യക്കൂട്ടുകളും ഏകദേശം ഒരു 10-20 ധാന്യക്കൂട്ടും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ പാടെ കൂടിയിട്ട് ഒരു 20 നമ്മൾ ഇതിൽ ഇൻഗ്രീഡിയൻസ് ആക്കി കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ വേണ്ടവര് പെട്ടെന്ന് ഓർഡർ ചെയ്തോളി. നമ്മള് ലേഹ്യം ഹെയർ ഓയിലൊക്കെ കേട്ടോ. പിന്നെ ചെറിയൊരു ഓഫറിൽ കൊടുക്കാന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് 10 ആൾക്ക് ഞാൻ പറഞ്ഞിരുന്നു. വീണ്ടും ചോദിക്കുന്നുണ്ട് തരുമോ താത്താന്ന്. അന്ന് 10 ആൾക്ക് പറഞ്ഞിട്ട് 25 ആൾക്ക് ഞാൻ കൊടുത്തു. ഒരു മണിക്കൂറോട് 10 ആൾ എങ്ങനെ ആയിരുന്നു ഉച്ചന്നെ അറിയില്ല. ഫുള്ള് അറിയണോലല്ലേ, സാധനം വാങ്ങിയോലല്ലേ. ഒരു വേ എന്താ ടീമെന്നോ പൈസ അടിച്ച് സ്ക്രീൻഷോട്ട് ഇട്ട് വേ അഡ്രസ്സ് വെച്ചിരിക്കണം. താത്ത എനിക്ക് വേണം പറഞ്ഞുകൊണ്ട്. പിന്നെ വിളിച്ചണോൽക്കൊക്കെ കൊടുക്കാല്ല. താത്ത ഞങ്ങളിപ്പോ വീഡിയോസ് കണ്ടിട്ടല്ലേ ഉള്ളു പറഞ്ഞോണ്ട് അങ്ങനെ ഏകദേശം ഒരു 10-25 ആളുകൾക്ക് കൊടുത്തു. ഇന്നലെയും വിളിച്ചു. ഞാൻ ഇന്നലെ അറിയിച്ച വീഡിയോ കണ്ട് എടി എനിക്ക് കൊണ്ടാറുങ്ങാണ്ട്. അപ്പൊ ഒരു കുറച്ചാൾക്ക് ഞാൻ ഓഫർ വെച്ച് തരണ്ട് കേട്ടോ. ഹെയർ ഓയിലും ലേഹ്യം നട്സ് പൊടിയും നമ്മളെ ഇതും എടുക്കണവർക്ക് നമ്മള് ഒരു ഓഫർ വെച്ച് കണ്ട് തരണ്ട്. കുറച്ച് പേർക്ക് കേട്ടോ. ഇങ്ങനെ കുറെ കൊടുക്കാൻ കഴിയില്ല, ലേസിച്ച് കൊടുക്കാൻ കഴിയില്ല. എന്താണോ അത് ഫുള്ള് ന്യൂട്രിയൻസ് അല്ലേ. അപ്പൊ തണ്ടിപ്പരിപ്പും ബദാം പരിപ്പും എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല വില. അപ്പൊ അതിനനുസരിച്ച് നമ്മള് ചെയ്തരും കേട്ടോ. ഇത് കണ്ടോ ശതാവരി ഇല്ലോല് ഒന്ന് വിളിക്കോണ്ട് എനിക്ക് കേട്ടോ. പ്ലീസ് കോണ്ടാക്ട് നമ്മളെ 8943518705. പിന്നെ ഇതിന് ഓഫർ വെച്ചിക്കണ്. പെട്ടെന്ന് വാട്സപ്പ് ചെയ്തോളി. പൈസ അടിച്ച് സ്ക്രീൻഷോട്ട് ഇട്ടോളി. നിങ്ങൾക്ക് അറിയാം എന്തൊക്കെയാ വേണ്ടതെന്ന് ഓർഡർ വേണം പറഞ്ഞോളി. അപ്പൊ അതിനനുസരിച്ച് അങ്ങോട്ട് ഞാൻ റേറ്റ് ഇട്ടുതരാം കേട്ടോ. പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും. ഉമ്മാക്കും വേണ്ടി എല്ലാവരും ദുആ ചെയ്യോണ്ടി കേട്ടോ.